കെ ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് നാളെ നടക്കാൻ പോകുന്ന മത്സരത്തിന് മുമ്പായി കൊണ്ട് നടന്ന ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഇവാൻ വുക്കോമാനോവിച്ചിനോടൊപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പ്രതിരോധ നിരയിലെ സൂപ്പർ താരമായ പ്രീതം കോട്ടാലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഏതായാലും പ്രീതം കോട്ടാൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിനെ കുറിച്ചും കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ചിനെ കുറിച്ചുമൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും പ്രീതം കോട്ടാൽ ഈ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കി വരുന്നത്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ആദ്യം തന്നെ പ്രീതം കോട്ടാൽ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: ഞാൻ എൻ്റെ പഴയ ക്ലബ്ബായ കൊൽക്കത്തയെ ഇപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്നുള്ള ഓരോ ഓർമ്മകളും ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ എന്നാൽ ഇപ്പോൾ ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടിയിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. മഞ്ഞപ്പടയാണ് എൻ്റെ ഇപ്പോഴത്തെ കുടുംബം. അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ടാവുന്നത് പോലെ എൻ്റെ ഭാഗത്ത് നിന്നും 100% ഞാൻ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പ്രവർത്തിക്കും. ഇനി പ്രീതം കോട്ടാൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മുഖ്യ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ചിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: ഇവാൻ വുക്കോമാനോവിച്ച് വളരെ മികച്ച ഒരു പരിശീലകൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ പരിശീലനത്തിന്റെ തീവ്രത ഞാൻ ഇതുവരെയായിട്ടും അനുഭവിച്ചിട്ടില്ലാത്തതാണ്. ടീമിനോടുള്ള അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത എടുത്തു പറയേണ്ടതാണ്. ടീമിന് അദ്ദേഹം നൽകുന്ന വൈകാരിക ബന്ധവും എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇവാൻ വുക്കോമാനോവിച്ച് എന്ന പരിശീലകനെ പകരം വെക്കുവാൻ ഒരു കാരണവശാലും കഴിയുകയുമില്ല. ഏതായാലും ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പ്രതിരോധ നിരയിലെ സൂപ്പർ താരമായ പ്രീതം കോട്ടാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാനെ കുറിച്ചും കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ക്ലബിനെ കുറിച്ചുമൊക്കെ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ നാളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഈ ഒരു ISL-ലെ 10ാം സീസണിലെ രണ്ടാം പാദ മത്സരങ്ങളിലെ അവസാനത്തെ ഹോം മത്സരമായി വരുന്നത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികളായി വരുന്നത് ഈസ്റ്റ് ബംഗാൾ തന്നെയാണ്. വളരെ ശക്തിയേറിയ ഒരു ടീം തന്നെയാണ് ഈസ്റ്റ് ബംഗാൾ. ഏതായാലും നാളത്തെ മത്സരം വിജയിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു ISL ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.